എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ അഞ്ചാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് എക്കണോമിക് ക്രിട്ടിക് ഓഫ് കൊളോണിയലിസം ഡ്രെയിൻ തിയറിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ രണ്ടാമത്തെ യൂണിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ അവരുടെ ഒരു ഇത് സ്ഥാപിച്ചപ്പോൾ മുതൽക്ക് അവർ ചെയ്തിരുന്ന എന്താണ്? ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മൊത്തം ചൂഷണം ചെയ്യുക എന്നതായിരുന്നു. അതായത് ബംഗാളിൽ അവർ സ്ഥാപിച്ചപ്പോൾ അവരുടെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത കാലം മുതൽക്ക് ബംഗാളിൽ നിന്ന് തുടങ്ങിയതാണ് അവരവരുടെ ഇന്ത്യയുടെ സ്വത്ത് ചൂഷണം ചെയ്യുക എന്നുള്ളത്. ബംഗാളിൽ നിന്ന് അവർ ഒരുപാട് റിസോഴ്സസ്, റോ മെറ്റീരിയൽസ് ഒക്കെ ചൂഷണം ചെയ്ത് കൊണ്ടുപോയി അങ്ങനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നു. ഇന്ത്യക്ക് ഉണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതി മുക്കാൽ ഭാഗവും കൊള്ളയടിച്ച ആൾക്കാരാണ് ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത്. അവരുടെ കൊളോണിയൽ വ്യവസ്ഥിതിയിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മൊത്തത്തിൽ തകരാറാക്കിയവരാണ് ഈ ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത്. ആ ഒരു തിയറീനെ ഇന്ത്യയിൽ എങ്ങനെയാണ് അവരവരുടെ സാമ്പത്തിക ചൂഷണം നടത്തിയത് എന്ന തിയറിയാണ് ഡ്രെയിൻ തിയറി. ദാദാഭായ് നവറോജി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെയൊക്കെ ഈ ഒരു എങ്ങനെയാണ് അവർ കൊള്ളയടിക്കുന്നത് എന്നുള്ള ഡ്രെയിൻ തിയറി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇത് ഡ്രെയിൻ ഓഫ് വെൽത്ത് പോളിസി എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കയറ്റുമതി ചെയ്തുകൊണ്ട് അവർ നമ്മുടെ നാട്ടിൽ നിന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. കയറ്റുമതി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് പൈസ ഒന്നും തന്നിട്ടോ അല്ലെങ്കിൽ കൃത്യമായി ടാക്സ് അടച്ചിട്ടോ കൊണ്ടുപോകുന്ന വസ്തുക്കൾക്ക് ആ വസ്തുക്കളുടേതായിട്ടുള്ള മൂല്യത്തിനനുസരിച്ചുള്ള പൈസ ബ്രിട്ടീഷുകാർ ഇവിടെ തരില്ല. അവരത് വളരെ ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇനി അത് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുകയും ഫ്രീ ട്രേഡ് ആയിരുന്നു ആദ്യ കാലങ്ങളിൽ അല്ലേ. അപ്പൊ ആ സമയത്ത് യാതൊരുവിധ നികുതിയും കൊടുക്കാതെ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ അവർ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോവുകയും അത് ബ്രിട്ടീഷ് മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അതൊരു പ്രൊഡക്റ്റ് ആക്കി രൂപീകരിച്ചുകൊണ്ട് അത് ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് ചെലവാക്കുകയും ചെയ്യുകയാണ്. ഇന്ത്യയിൽ അത് ചെലവാക്കുന്ന സമയത്ത് അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രൊഡക്ട്സിനേക്കാളും വില കുറച്ചിട്ടായിരുന്നു അവരന്നത് വിറ്റിട്ടുണ്ടായിരുന്നത്. ഈ ഇറക്കുമതി ചെയ്യാനും ഒരു നികുതിയൊന്നും ബ്രിട്ടീഷുകാർ ഇവിടെ ഇറക്കിയിരുന്നില്ല, ആദ്യകാലം മുതൽക്കേ ഇറക്കിയിരുന്നില്ല. അപ്പോൾ അതും ഒരു നികുതിയുമില്ലാതെ ഇവിടെ ഇറക്കുമതി ചെയ്യുകയും വളരെ കൂളായിട്ട് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി. അങ്ങനെ വിൽക്കലും വാങ്ങലിലൂടെയും ഇവിടുത്തെ സമ്പത്ത് കൊള്ളയടിച്ചതാണ് ബ്രിട്ടീഷുകാർ. ദാദാഭായ് നവറോജിയും R.C. ദത്തും ദാദാഭായ് നവറോജിയുടെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യയിലാണ് ഈ ഒരു തിയറിയെ കുറിച്ച്, ബ്രിട്ടീഷുകാരുടെ ഒരു തിയറിനെ കുറിച്ചെല്ലാം പറഞ്ഞു പോകുന്നത്. ദെൻ ഇംഗ്ലീഷുകാർ ഇവിടെ വരുന്നു, ജോലി ചെയ്യുന്നു, ട്രേഡ് നടത്തുന്നു, ഇവിടുത്തെ ക്യാപിറ്റൽ, ഇവിടുത്തെ സ്വത്തിന്റെ മീതെ എല്ലാ അവകാശം സ്ഥാപിക്കുന്നു. പിന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മുഗൾസ് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ സുൽത്താനേറ്റ് ഭരണകൂടമൊക്കെ വരുന്ന സമയത്ത് അവരിവിടെ വന്നു, ഇവിടത്തെ രാജാക്കന്മാരായി. പക്ഷെ അവരിവിടെ തന്നെയാണ് ജീവിക്കുന്നത്. ആ ഒരു സ്വത്തും സമ്പാദ്യവും ഒക്കെ ഇവിടുത്തെ റവന്യൂ ഇവിടെ തന്നെ ഉപയോഗിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ളൊരു ഭരണമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ബ്രിട്ടീഷുകാർ എന്താ ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു, അവരൊരിക്കലും ഇവിടുത്തെ ആളുകളാവുന്നില്ല. അവരിപ്പോഴും വിദേശികരായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, വിദേശീയർ തന്നെയാണ്. അവരിവിടെ വരുന്നു, ഇവിടുന്ന് സമ്പത്തെല്ലാം എടുത്തിട്ട് അവർ ബ്രിട്ടനിലാണ് അത് കൊണ്ടുപോയി സേവ് ചെയ്യുന്നത്, ബ്രിട്ടനിലാണ് അത് നിക്ഷേപിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ സമ്പത്ത് കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയേക്കാൾ കൂടുതൽ അത് എങ്ങനെ അവർക്ക് ഉപകാരപ്രദമാക്കണമെന്നില്ല. അവരുടെ നാട് ബ്രിട്ടൻ തന്നെയാണ്, അവരൊരിക്കലും ഇന്ത്യ അവരുടെ നാടെ കാണില്ല. അപ്പൊ അവരത് ബ്രിട്ടനിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നു. അതായിരുന്നു മുഗൾസ് വരെയുള്ള ഭരണാധികാരികളും ബ്രിട്ടീഷുകാർ വന്നപ്പോഴുള്ള വ്യത്യാസം, യൂറോപ്യൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി
1757 1747 ബാറ്റിൽ ഓഫ് പ്ലാസി മുതൽക്ക് തന്നെ ഇത്തരത്തിൽ പല രീതിയിൽ ബംഗാളിൽ നിന്ന് ഇവർ ഈ കൊള്ളയ്ക്ക് തുടക്കം കുറിച്ചു എന്നാണ് പറയുന്നത്. ദേ പർച്ചേസ് ഇന്ത്യൻ ഗുഡ്സ് ഔട്ട് ഓഫ് ദി റവന്യൂ ഓഫ് ബംഗാൾ ആൻഡ് ബിഗൻ ടു എക്സ്പാൻഡ്. ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ നികുതിയില്ലാതെ വാങ്ങിക്കുകയും അത് ബ്രിട്ടനിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് റവന്യൂ ഇല്ലാതെ സാധനങ്ങൾ കൊണ്ടുപോയി ബ്രിട്ടനിൽ വെക്കുന്നതിനെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. ഈ ഇൻവെസ്റ്റ്മെന്റിലൂടെയാണ് അവർ വളരുന്നത്. ഇനി എന്തായിരുന്നു അവരുടെ അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത്? 1500-കൾക്ക് ശേഷം യൂറോപ്പിൽ പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെ. അതിന്റെ ഭാഗമായിട്ട് അവിടെ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു ആശയം വളരുന്നുണ്ട്. 1800-കളായപ്പോൾ അവിടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് തുടക്കം കുറിക്കുകയാണ്, വ്യാവസായിക വിപ്ലവം. ഈ വ്യാവസായിക വിപ്ലവത്തിന് മുൻപന്തിയിൽ നിന്നത് ബ്രിട്ടനാണ്. അപ്പോൾ ബ്രിട്ടൻ ഒരുപാട് അസംസ്കൃത വസ്തുക്കളും ഒരുപാട് വെൽത്ത് വേണം, ഒരുപാട് സ്വത്ത് വേണം. അതെല്ലാം അവർ കണ്ടെത്തിയത് ഈ കോളനികളിൽ നിന്നായിരുന്നു. ഇന്ത്യ അവരുടെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് തന്നെയായി മാറുകയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് കോട്ടൺ ഒരുപാട് അവർ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വിജയകരമാവുന്നത് തന്നെ. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇവിടുത്തെ വെൽത്ത് കൊണ്ടുപോവുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ജോൺ സുലീവൻ എന്ന് പറഞ്ഞ വ്യക്തി ഈസ് ദ പ്രസിഡന്റ് ഓഫ് ദി ബോർഡ് ഓഫ് റവന്യൂ. മദ്രാസിലെ ബോർഡ് ഓഫ് റവന്യൂന്റെ പ്രസിഡന്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ സിസ്റ്റം ആക്ട്സ് വെരി മച്ച് ലൈക്ക് എ സ്പോഞ്ച്. എന്താണ്? ലൈക്ക് എ സ്പോഞ്ച്, ഡ്രോയിങ് അപ്പ് ഓൾ ദ ഗുഡ് തിങ്സ് ഫ്രം ദ ബാങ്ക്സ് ഓഫ് ദി ഗെയിംസ് ആൻഡ് സ്ക്യൂസിങ് ദം ഡൗൺ ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി തേംസ്. അതായത് ഗംഗാ നദിയിൽ നിന്ന് നല്ല വസ്തുക്കളെല്ലാം സ്പോഞ്ചിൽ എടുത്തിട്ട് അത് ബ്രിട്ടനിലെ തീപ്സ് നദിയിൽ കൊണ്ടുപോയി പിഴിയുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സ്പോഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പോഞ്ചിൽ നമുക്ക് വെള്ളം ഇങ്ങനെ മുക്കിയെടുക്കാം അല്ലെ. സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ അതെന്താ ഉണ്ടാവുക? സ്പോഞ്ചിന്റെ ഉള്ളിൽ വെള്ളം പിടിച്ചു വെക്കും. അത് നമ്മൾ പിഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം പുറത്തേക്ക് വരും ചെയ്യും. അതാണല്ലോ സ്പോഞ്ചിന്റെ പ്രത്യേകത, നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ അതിനോടാണ് ഉപമിക്കുന്നത്. അതായത് ഗംഗാ നദിയിൽ ഒരു സ്പോഞ്ച് മുക്കി ഗംഗാ നദിയിലെ നല്ല കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അത് കൊണ്ടുപോയി തീപ്സ് നദിയിൽ പിഴിയുകയാണ് ചെയ്യുന്നതെന്ന്. അതാണ് പറഞ്ഞത് ലൈക്ക് എ സ്പോഞ്ച് എന്ന്. ഗുഡ് തിങ്സ് ഫ്രം ദ ബാങ്ക്സ് ഓഫ് ദി ഗേഞ്ചസ്. ഗംഗാ നദിയുടെ തീരങ്ങളിൽ നിന്ന് നല്ല സാധനങ്ങളെല്ലാം എടുക്കുന്നു. ദെൻ സ്ക്യൂസ് ദം ഡൗൺ ഓൺ ദി ബാങ്ക്സ് ഓഫ് തേംസ് നദിയിൽ അത് കൊണ്ടുപോയി പിഴിയുന്നു. അങ്ങനെയാണ് ഇന്ത്യയുടെ വെൽത്ത് അവർ ചോർത്തത്. അതിന് ഉദാഹരണത്തിലൂടെ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നിന്നുള്ള നല്ലതെല്ലാം എടുത്തുകൊണ്ട് അത് ബ്രിട്ടനിൽ ചെന്ന് പിഴിഞ്ഞ് അവിടെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നു. അതിനൊരു ഉദാഹരണം മാത്രമാണ് സ്പോഞ്ച് വെച്ചിട്ട് ജോൺ സുലീവൻ പറഞ്ഞത്. ഇതേ തിയറി തന്നെയാണ് ദാദാബായ് നവറോജി തന്റെ ഡ്രെയിൻ തിയറിയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നത്, വെൽത്ത് ഈ രീതിയിലാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ദാദാബായ് നവറോജിയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും വളരെ വെൽത്തിയസ്റ്റ് ആയിട്ടൊരു നാഷൻ ആയിരുന്നു കേട്ടോ. മുഗളന്മാരുടെ ഭരണത്തിന് കീഴിലൊക്കെ ഇന്ത്യ വളരെ ഗ്ലോറിഫൈ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ എന്താ പറയുക, സ്വർണം കൊണ്ടും സിൽവർ കൊണ്ടുമുള്ള വാണിജ്യ കച്ചവടങ്ങൾ, സ്വർണത്തിൻ്റെ ഒക്കെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു പലപ്പോഴും. ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് നമുക്കറിയാം, കേരളത്തിലൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ഇതാക്കിയപ്പോൾ ഒരുപാട് സ്വർണ്ണ കൂമ്പാരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. ജാതി വ്യവസ്ഥയും അങ്ങനെ എല്ലാ ഉച്ചനീചത്വങ്ങളുള്ള രാജ്യം തന്നെയായിരുന്നു ഇന്ത്യ, അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷെ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രഭുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വെൽത്തിയസ്റ്റ് ആയിരുന്നു. അവർക്ക് ഒരുപാട് സ്വത്ത് ഉണ്ടായിരുന്നു. സ്വർണ്ണനിധികളും സ്വർണത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഒക്കെ അവരുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ സോഷ്യൽ സിസ്റ്റം ശരിയായിരുന്നില്ലെങ്കിലും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെയും കൊള്ളയടിച്ചു എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും കൊള്ളയടിച്ചുകൊണ്ട് ഇന്ത്യനെ മൂന്നാം ലോക രാഷ്ട്രങ്ങളുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ സാമ്പത്തികമായി ഏറ്റവും തകർന്ന രാഷ്ട്രമായിട്ട്, പട്ടിണിയുടെ രാജ്യമായിട്ട് ഇന്ത്യനെ തള്ളിവിട്ടു എന്നുള്ളത് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. അപ്പോൾ അതായിരുന്നു നമുക്ക് ഇത്രയാണ് ഈ യൂണിറ്റിൽ പറയാനുള്ളത്. ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി വളരെ ചെറിയ ഭാഗമാണ്. ഈ പറഞ്ഞ കാര്യം തന്നെയുള്ളൂ. എങ്ങനെയാണ് അവിടുന്ന് വെൽത്ത് കൊണ്ടുപോയത്, അവർ വലുതായി, നമ്മൾ ഇല്ലാതായി. ആ ഒരു സ്പോഞ്ചിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അത്
പറ്റുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ട ഒരു പോയിന്റ് ആണ് സ്പോഞ്ചിന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്